നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഫലം കാണുന്നത് വരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ധീരന്മാരാണ്. അവരെ ആഭലോദയ കർമ്മികൾ എന്നാണ് രഘുവംശത്തിൽ കാളിദാസൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ആശയത്തെ ആർഷകവിയായ ഭർതൃഹരി പാലാഴി മഥനത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്: മഹാരത്നങ്ങൾ കിട്ടിയതുകൊണ്ട് ദേവന്മാർ സന്തുഷ്ടരായില്ല, ഭീമവിഷം കൊണ്ട് ഭയന്ന് പിന്മാറിയില്ല, അമൃത് കിട്ടാതെ പ്രയത്നം നിർത്തിയില്ല, നിശ്ചിത ലക്ഷ്യത്തിൽ നിന്ന് ധീരന്മാർ പിന്തിരിയില്ല എന്നാണ് ഭർതൃഹരി പ്രസ്താവിച്ചത്. ജീവിതം ധന്യമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാതൃക പിന്തുടരേണ്ടത് അത്യാവശ്യമാണ്. രഘുവംശത്തിലെ ദിലീപ ചക്രവർത്തി വസിഷ്ഠന്റെ ദിവ്യധേനുവായ നന്ദിനിയെ ശുശ്രൂഷിച്ച് അവളുടെ അനുഗ്രഹം നേടിയത് ഇത്തരത്തിൽ കഷ്ടങ്ങളെയെല്ലാം അതിജീവിച്ച് ഫലോദയം വരെ പിന്തിരിയാതെ കർമ്മം ചെയ്താണ്. ഭഗീരഥൻ സ്വർഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരാൻ ചെയ്ത കഠിനവും ദീർഘവുമായ പ്രയത്നം പ്രസിദ്ധമാണ്. ഭഗീരഥ പ്രയത്നം എന്ന പ്രയോഗശൈലി തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. ശ്രീരാമൻ വാനരന്മാരുടെ സഹായത്തോടെ സമുദ്രത്തിൽ സേതു നിർമ്മിച്ച് ത്രിലോക വിജയിയായ രാവണനെ തോൽപ്പിച്ച് സീതയെ രക്ഷപ്പെടുത്തിയതും ആഭലോദയ കർമ്മത്തിൽ നിന്നാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. കാതേ കാന്ത കസ്തേ പുത്രഃ സംസാരോയം അതീവ വിചിത്രഃ. കാതേ കാന്ത കസ്തേ പുത്രഃ സംസാരോയം അതീവ വിചിത്രഃ. കസ്യ ത്വം കഃ കൂത ആയാതഃ. കസ്യ ത്വം കഃ കൂത ആയാതഃ. തത്വം ചിന്തയ യദിദം ഭ്രാതഃ. തത്വം ചിന്തയ യദിദം ഭ്രാതഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ധനം തന്നെ പരമം എന്ന് ഭജിക്കുന്നവർക്ക് പുത്രനിൽ നിന്ന് പോലും ഭയമാണ്. ഇവൻ ഇതെല്ലാം നശിപ്പിച്ചു കളയുമോ, എന്നിൽ നിന്ന് കൈവശമാക്കുമോ എന്നിങ്ങനെയെല്ലാം പുത്രന്മാരെ കൊണ്ടുപോലും ധനഭാജന്മാർ ചിന്തിക്കുന്നു. ഇപ്രകാരമുള്ളവർക്ക് ശരിക്കും ഉറങ്ങാൻ പോലും കഴിയില്ല എന്നത് വാസ്തവമാണ്. ഭജഗോവിന്ദത്തിലെ ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്.
ഭജഗോവിന്ദത്തിൽ 3-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ അർത്ഥമനർത്ഥം ഭാവയ നിത്യം എന്ന് പറഞ്ഞു. അർത്ഥം അനർത്ഥമാണെന്ന് എപ്പോഴും ഭാവന ചെയ്താലും ഇതിൻ്റെ താത്പര്യം ധനം വേണ്ടെന്നല്ല. നിശ്ചയമായും ധർമാചരണത്തിനായാലും കാമപ്രാപ്തിക്കായാലും സത്കർമാനുഷ്ഠാനങ്ങൾക്കായാലും ഒക്കെ ധനം അനിവാര്യമാണ്. എന്നാൽ ബാഹ്യമായ സമ്പത്ത്, ധനം, അതൊരിക്കലും പരമപുരുഷാർത്ഥമല്ല. അതല്ല അർത്ഥം, അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വ്യവഹാരസിദ്ധിക്കുള്ള ഉപാധിയാണ് അർത്ഥം. വ്യവഹാരസിദ്ധിക്കുള്ള ഉപാധി എന്ന രീതിയിൽ അർത്ഥം അനിവാര്യമാണ്. അതിൽ കവിഞ്ഞ് അർത്ഥത്തിന് താത്പര്യമില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ശ്ലോകത്തിൽ വിശേഷമായിട്ട് ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്ന് പറഞ്ഞത് ഓർമ്മിക്കുക. കാരണം സ്വകർമാർജിതമായ ധനത്തെ കൊണ്ട് സന്തുഷ്ടനാകൂ എന്ന്. അപ്പോൾ അർത്ഥം വേണ്ട എന്നല്ല അർത്ഥം. പക്ഷേ അർത്ഥം ഒരിക്കലും പുരുഷാർത്ഥമല്ല. നാസ്തി തതഃ സുഖലേശ സത്യം. തതഃ തസ്മാത് അതിൽ നിന്ന് സുഖലേശ, സുഖലേശം പോലും, ലവലേശം, അല്പം പോലും സുഖം ന അസ്തി, ഇല്ല. ഇത് സത്യമാണ്. ഇതൊരു സത്യപ്രസ്താവനയാണ്. പണത്തിൽ നിന്ന് ആർക്കും സുഖം ഉണ്ടാവുന്നില്ല. ധനം ഉപയോഗിച്ച് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചോ അത് സുഖപ്രാപ്തിക്ക് കാരണമാകാം. എന്നാൽ ധനത്തിൽ നിന്നല്ല സുഖം. നമ്മുടെ സത്കർമ്മങ്ങളിൽ നിന്നാണ് സുഖം. നമ്മുടെ മനോഭാവമാണ് സുഖം. ഏതെങ്കിലും ബാഹ്യവസ്തുവിൻ്റെ ലബ്ധിയിലോ അലബ്ധിയിലോ അല്ല സുഖം. സുഖം എന്നുള്ളത് നമ്മുടെ മനോഭാവമാണ്. എങ്ങനെ നമ്മൾ കാണുന്നു വിഭവങ്ങളെ, സാഹചര്യങ്ങളെ തന്നെ, അതിനനുസരിച്ചാണ് സുഖം. അല്ലാതെ ധനമുണ്ടായി എന്നുള്ളത് കൊണ്ട് ആർക്കും സുഖം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, പുത്രാദപി ധനഭാജാം ഭീതി. പുത്രാദപി, മകനിൽ നിന്ന് പോലും ധനഭാജാം ഭീതി. ധനഭാജന്മാർക്ക് ഭയമാണ്. ധനഭാജന്മാർ എന്ന് പറഞ്ഞാൽ ധനത്തെ മാത്രം ഭജിക്കുന്നവർ. അവർക്ക് മറ്റൊന്നിലും താല്പര്യമില്ല, മറ്റൊന്നും അവർക്ക് പ്രസക്തമല്ല. പണം പണം പണം, അഥവാ സമ്പത്ത്, ബാഹ്യമായ സമ്പത്തുകൾ, അതിൻ്റെ മാത്രം ലഹരിയിൽ അതിന് മാത്രം ജീവിക്കുന്നവരാണ് ധനഭാജന്മാർ. അവരോട് ചോദിച്ചാൽ അവർ പറയാം, മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ സമ്പാദിക്കണത്, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ സമ്പാദിക്കണമെന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞാൽ പോലും അവർക്ക് മക്കളെപ്പോലും പേടിയാണ്. മക്കൾ ഞാൻ സമ്പാദിച്ചതൊക്കെ നശിപ്പിച്ച് കളയോ, മക്കൾ ധൂർത്തടിക്കുകയോ, അല്ലെങ്കിൽ മക്കൾ ആവശ്യപ്പെടുവോ എന്നിങ്ങനെ അനേക പ്രകാരത്തിലുള്ള ചിന്തകൾ, വ്യാകുലതകളാണ് അവർക്ക്. ഇപ്പോൾ പുത്രാദപി ധനഭാജാം ഭീതി. ധനഭാജന്മാർക്ക്, ധനത്തെ മാത്രം ഭജിക്കുന്നവർക്ക് പുത്രാദപി ഭീതി, മകനിൽ നിന്ന് പോലും ഭയമാണ്. പിന്നെ മറ്റുള്ളവരുടെ വിഷയം പറയേണ്ടതുണ്ടോ? ആരെങ്കിലും പിരിവിന് വരുമോ, സംഭാവന ചോദിക്കുകയോ, ടാക്സ് വർദ്ധിപ്പിക്കുകയോ, സർക്കാർ കള്ളന്മാർ കൊണ്ടുപോകുമോ? 4 ആൾ ഒന്നിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ചിന്ത വരും, ഇവർ വല്ല സംഭാവന ചോദിക്കാൻ വന്നതാണോ എന്ന്. ഇത് പുത്രാദപി എന്ന് പറഞ്ഞത് ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് മകനിൽ നിന്ന് പോലും എന്ന് പറഞ്ഞാൽ ധനഭാജന്മാർക്ക് സർവദാ സർവത്ര ഭയമാണ്. ധനഭാജന്മാർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനത്തെ മാത്രം ഭജിക്കുന്നവർക്ക്. അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമില്ല, എനിക്കിങ്ങനെയൊന്നുമില്ല, എനിക്ക് മകനെയൊന്നും പേടിയില്ല, ഒക്കെ വെറുതെ പറയുക എന്ന് ചിലപ്പോൾ ഒരാൾക്ക് തോന്നാം. അപ്പോഴാണ് അടുത്ത പദം സർവത്രൈഷാ വിഹിതാരീതി. എല്ലായിടത്തും, അത് ഗൃഹത്തിലെന്നോ മഠത്തിലെന്നോ വ്യത്യാസമില്ല, എവിടെയായാലും സർവത്ര, എവിടെ ധനഭാജന്മാർ കഴിയുന്നുണ്ടോ അവരെയൊക്കെ ഏഷാ രീതി, ഈ രീതി വിഹിതമാണ്, ഇതിൽ മാറ്റമില്ല.
ഇപ്രകാരം പറഞ്ഞിട്ട് കേവലം ധനമല്ല നമ്മുടെ ലക്ഷ്യം, വ്യവഹാരസിദ്ധിക്കുള്ള ഉപാധി എന്ന നിലയ്ക്ക് മാത്രമേ ധനത്തിനർത്ഥമുള്ളൂ. അതുകൊണ്ട് ധനഭാഗ് ആയിട്ട് അല്ലെങ്കിൽ ധനഭാജന്മാരായിട്ട് ജീവിക്കുകയല്ല വേണ്ടത്, പിന്നെ നിജകർമ്മോപാത്തമായ ധനത്തെക്കൊണ്ട് സന്തുഷ്ടനായി ജീവിക്കുകയാണ് വേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാടാണ് 2-3 ശ്ലോകങ്ങൾ ചേർന്ന് ഉപദേശിക്കുന്നത്. തുടർന്ന് കൂടുതൽ സൂക്ഷ്മമായ വിചാരത്തിലേക്ക് നയിക്കുകയാണ് 4-ാം ശ്ലോകം. കാതേ കാന്താ കസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ യദിദം ഭ്രാതഃ. കാതേ കാന്താ കസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ യദിദം ഭ്രാതഃ. ഇവിടെ തത്വം ചിന്തയ യദിദം ഭ്രാതഃ എന്നുള്ള സ്ഥലത്ത് തത്വം ചിന്തയ തദിഹ ഭ്രാതഃ എന്നും പാഠം കാണുന്നുണ്ട്. കാ തേ കാന്ത, തേ കാന്ത കാ, നിൻ്റെ പത്നി ആരാണ്? ആരാണ് നിൻ്റെ പത്നി? കഹ തേ പുത്രഃ, നിൻ്റെ മകൻ ആരാണ്? അയം സംസാരഃ, ഈ സംസാരം അതീവ വിചിത്രഃ, അതീവ വിചിത്രമാണ്. കസ്യത്വം, നീ ആരുടേതാണ്? നീ ആരുടേതാണ്? കഹ, നീ ആരാണ്? കുതഹ ആയാത, എവിടെ നിന്ന് വന്നവനാണ്? എവിടെ നിന്നാണ് നീ വരുന്നത്? ഹേ ഭ്രാതഃ, അല്ലയോ സഹോദര, ഇതം തത്വം യത് തത് ചിന്തയ, ഈ തത്വത്തെ നീ നല്ലപോലെ ചിന്തിക്കൂ. ഇതാണ് ഇവിടെ 4-ാം ശ്ലോകത്തിൽ ഉപദേശിക്കുന്നത്. ഇതിൻ്റെ സൂക്ഷ്മ വിചാരം നമുക്ക് തുടർന്ന് ചെയ്യാം. സന്ധ്യാദീപം. ഇനി സനാതനധർമ്മം. 6 കോട്ടകൾക്ക് മുന്നിൽ ദീപം തെളിയിച്ച് വണങ്ങിയ ശേഷമാണ് പരമ്പരാഗത വഴിയിലൂടെ ഭക്തർ ശബരിമല തീർത്ഥാടനം ചെയ്യുന്നത്. 6 ആധാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് 6 കോട്ടകൾ. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ശിവാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം നമഃ ശിവായ. ശബരിമലയിൽ നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ പോകുമ്പോൾ എരുമേലിയിൽ നിന്നാണ് നമ്മൾ ആ യാത്ര ആരംഭിക്കുന്നത്. എരുമേലിയിൽ നിന്ന് ആദ്യം കോട്ടപ്പടി തുടങ്ങിയിട്ട് പിന്നെ ഒരു 6 കോട്ടകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ 18-ാം പടിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ 6 കോട്ടകളുടെ നമ്മൾ കർപ്പൂരം കത്തിച്ച് അവിടുത്തെ ദേവതകളെ വണങ്ങിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 6 കോട്ടകൾ, ശബരിപീഠമൊക്കെ ഈ കോട്ടകളിൽ പെട്ടതാണ്. ശരംകുത്തി, ശബരിപീഠമൊക്കെ ഈ കോട്ടകളിൽ പെട്ടതായിരുന്നു. ഈ കോട്ടകളെക്കുറിച്ച് പറയുന്നത് പന്തള രാജാവിൻ്റെ കാലഘട്ടത്തിൽ ആ ഭാഗം മുഴുവൻ തന്നെ കാട്ടുകൊള്ളക്കാർ അധിവസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അവർ കോട്ട കെട്ടി അവരുടെ അധിവസിച്ചണത്തിൽ വെച്ചിരുന്ന സ്ഥലമാണ് കാട്ടിൽ. അപ്പോൾ കാട്ടിൽ നിന്നിടയ്ക്ക് നാട്ടിലിറങ്ങി കൊള്ളയടിക്കുക, അതൊക്കെയായിരുന്നു അവരുടെ പരിപാടിയായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്, ഐതിഹ്യങ്ങളിലുള്ളത്. അപ്പോൾ ഈ കള്ളന്മാരുടെ ശല്യം കാരണം ശബരിമലയിലേക്ക് ജനങ്ങൾ പോകാതായി അവരെ കൊള്ളയടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവരെയൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ അമർച്ച ചെയ്തത് പന്തള രാജ കുടുംബത്തിലുള്ള മണികണ്ഠനാണെന്ന് പറയുന്നു. മണികണ്ഠൻ അതിന് വേണ്ടിയിട്ട് വാവർ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിനെ അവിടെ എരുമേലയിൽ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു. വാവർ കടൽ കൊള്ളക്കാരനായിട്ടാണ് ആ കഥയിൽ പറയുന്നത്. അതിൻ്റെ പരമാർത്ഥം എന്തായാലും ശരി. ആ വാവരും സംഘവും എരുമേലി എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് തന്നെ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. അപ്പോൾ അവിടെ വ്യാപാര കേന്ദ്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരെ അവിടെ കൊണ്ട് അവരെയും കൂട്ടരെയും കുടുംബങ്ങളെല്ലാം അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അവരുടെ അനുയായികളെല്ലാം താമസിപ്പിച്ചു. അവർക്ക് വേണ്ടിയിട്ട് പള്ളി പണിതു. അപ്പോൾ ആ പള്ളിയാണ് ശരിക്കുള്ള വാവരുടെ പള്ളി എന്നറിയപ്പെടുന്നത്. അതാണ് ശരിക്കും വാവരുടെ പള്ളി എന്നറിയപ്പെടുന്നത്. പിന്നെ ഇന്ന് ശബരിമലയുടെ 18-ാം പടിക്ക് സമീപം ഉയർന്നു വന്നിരിക്കുന്ന പിന്നീട് ഉണ്ടാക്കി കൊണ്ടുവന്നൊരു സംഭവമാണ്. അവിടെ ശരിക്കും വാവരൻ എന്ന് പറയുന്നൊരു ഭൂതഗണത്തിൻ്റെ ഒരു സ്ഥാനമായിരുന്നു. അത് പിന്നെ വാവരാക്കി മാറ്റിയതായിട്ടാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരു 48 മുമ്പൊന്നും അവിടെ ഒരു വാവരുടെ പള്ളിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു വ്യക്തി അവിടെ കൊണ്ട് ചെറിയൊരു വഞ്ചിയൊക്കെ വെച്ച് വാവരുടെ പേരിൽ കാണിക്ക സ്വീകരിച്ച് തുടങ്ങിയതാണ് പിന്നീട് ഒരു പള്ളിയായിട്ടൊക്കെ വളർന്നു വന്നത്.
അപ്പോൾ ശരിക്കും വാവരെന്ന് പറയുന്നത് അയ്യപ്പൻ്റെ സുഹൃത്ത് തന്നെയായിരുന്നു. അപ്പോൾ അത് അവരുടെ സ്ഥാനം എരുമേലിയിലായിരുന്നു. അപ്പോൾ ആ എരുമേലിയിലുള്ള അവിടെ നിന്ന് എരുമേലി പേട്ട തുള്ളി ആണ് യാത്ര ആരംഭിച്ചിരുന്നു. അപ്പോൾ അവിടെ എരുമേലിയിലെ പേട്ട തുള്ളൽ സൂചിപ്പിക്കുന്നത് മഹിഷി നിഗ്രഹത്തെയാണ്. ആ നിഗ്രഹം കഴിഞ്ഞ് ഉള്ള സന്തോഷ ആഹ്ലാദ പ്രകടനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്കെല്ലാം 3 ഗുണങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട് എല്ലാ മനുഷ്യരിലും. അതിനെ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം എന്ന് പറയും. അപ്പോൾ ആ സത്വഗുണത്തിൽ പൂർണ്ണമായ പ്രതിഷ്ഠ കിട്ടുമ്പോഴാണ് നമുക്ക് ആത്മജ്ഞാനത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടും. പക്ഷേ എല്ലാവരുടെയും സംബന്ധിച്ചും പ്രധാനമായിട്ട് ജനങ്ങൾ ഒന്നുകിൽ രജോ ഗുണത്തിൽ അല്ലെങ്കിൽ തമോ ഗുണത്തിലാണ് ഭൂരിഭാഗം ജനങ്ങളും വസിക്കുന്നത്. അപ്പോൾ ഈ തമോ ഗുണത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, രജോ ഗുണത്തിനെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രഭാവം കുറയ്ക്കാൻ പറ്റും. ആ പ്രഭാവം കുറയ്ക്കുന്നതാണ് നമ്മളിവിടെ ഈ മഹിഷിയെ നിഗ്രഹമായിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. തമോ ഗുണത്തിനെ ഇല്ലാതാക്കുക. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യം, നിദ്ര, മടി, ഇതൊക്കെയാണ് തമോ ഗുണമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കർമ്മം ചെയ്യണം, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ആലസ്യം, മടിയൊക്കെ മാറ്റിയാലേ പറ്റുള്ളൂ. നിദ്ര നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല, പക്ഷേ എപ്പോഴും കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ല. അപ്പോൾ അത് ജീവിതത്തിൽ ആവശ്യമാണ്. നിദ്രയും ആരോഗ്യത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷേ അത് ആവശ്യത്തിന് മാത്രം ഉറങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് തമോ ഗുണം കുറേയൊക്കെ ശരീര സംരക്ഷണത്തിന് ആവശ്യമാണ്. അത്ര ആവശ്യമുള്ളൂ, അതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ആ തമോ ഗുണത്തിനെ ഇല്ലാതാക്കുന്നു. അതിൻ്റെ ആഹ്ലാദം, അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുള്ള ആഹ്ലാദം. അപ്പോൾ അവിടെ നിന്നാണ് വാസ്തവത്തിൽ ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പിന്നീട് കാണുന്ന 6 കോട്ടകളായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള 6 മൂലാധാരം, സ്വാധിഷ്ഠാനം എന്നൊക്കെ പറയുന്ന ചക്രങ്ങളെയാണ് ഈ 6 കോട്ടകളായിട്ട് പറയുന്നത്. വൈക്കത്തെ ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെ പാടി കേൾക്കാറുണ്ടല്ലോ, പടിയാറും നടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന്. അപ്പോൾ ആ പറയുന്ന 6 പടികളും ഈ 6 കോട്ടകളും ഇതൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള 6 ചക്രങ്ങളെയും സഹസ്രാരത്തിനെ പരമമായ പദമായിട്ടും സങ്കല്പിച്ച് അതിൻ്റെ ബാഹ്യമായ പ്രതീകങ്ങളാണിത്. അപ്പോൾ പണ്ടുകാലത്തെ ആ ക്ഷേത്രത്തിലേക്ക് മാർഗത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളായിരുന്നു. ഇപ്പം നമ്മളീ പറയുന്ന ഓരോ ചക്രത്തിനും ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. ആ ശബരിമലയിലെ യാത്ര ആരംഭിക്കുന്നത് തന്നെ നമ്മൾ ഗണപതിക്ക് തേങ്ങ അടച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും ചുവട്ടിലുള്ള മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവത ഗണപതിയാണ്. അപ്പോൾ നമ്മൾ ഏത് സാധന ചെയ്താലും, ആരാണെങ്കിലും ശരി, വിഷ്ണുവിനെ ഉപാസിച്ചാലും ദേവിയെ ഉപാസിച്ചാലും അയ്യപ്പനെ ഉപാസിച്ചാലും, എല്ലാ ഉപാസകരുടെയും മാർഗം ആരംഭിക്കുന്നത് മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി ഉണർത്തിയെടുത്ത് പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് സഹസ്രാരത്തിൽ എത്തിക്കുമ്പോഴാണ് ആ യോഗമാർഗം പൂർണ്ണമാകുന്നത്. അപ്പോൾ ആ യോഗമാർഗത്തിൽ കൂടിയാണ് ഈ പ്രത്യേകിച്ച് ക്ഷേത്രം അങ്ങനെയുള്ള തന്ത്രശാസ്ത്രം പ്രധാനമായിട്ട് യോഗമാർഗത്തിൽ കൂടിയാണ് ഉള്ള സാധനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഗണപതി ഉപാസിച്ചാലേ പറ്റുള്ളൂ. ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി ഉണർത്തിക്കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗണപതി എല്ലായിടത്തും പ്രഥമ പൂജിതനായിട്ട് പറയുന്നത്. ആദ്യം ഗണപതി പൂജിക്കണം, തടസ്സം മാറാൻ പൂജിക്കണം എന്ന് പറയാൻ കാരണം ഗണപതി ഉപാസനയിൽ കൂടിയാണ് നമുക്ക് മൂലാധാരത്തിൽ നിന്നുള്ള ശക്തിയെ നമുക്ക് ഉണർത്താൻ സാധിക്കും. മൂലാധാരത്തിൽ ഉണർന്നിട്ടേ അടുത്ത ചക്രത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ആരംഭം, ആധ്യാത്മിക യാത്രയുടെ പ്രാരംഭമാണ് നമ്മൾ ഗണപതിക്ക് തേങ്ങ അടച്ചുകൊണ്ട് നമ്മുടെ ശബരിമല യാത്ര ആരംഭിക്കുന്നത്. പമ്പയെ കൂടെ വരുന്നവരാണെങ്കിലും ഗണപതിയാണ് നമ്മൾ ആദ്യം വണങ്ങുന്നത്. അവിടെ തേങ്ങ അടച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ 6 കോട്ടകളും കടന്ന് എന്നിട്ടാണ് നമ്മൾ 18-ാം പടി ഇട ചെല്ലുന്നത്. 18-ാം പടി എത്തുമ്പോഴത്തേക്കും അതിന് മുമ്പ് നമ്മൾ ശരംകുത്തിയിൽ നമ്മുടെ ശരം ഉപേക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് കന്യായപ്പന്മാരുടെ ശരക്കോല ഉപേക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്ത്? ഈ 6 കോട്ടകളും കാണിച്ചു തരുന്നത് നമ്മുടെ രജോ ഗുണത്തിൻ്റെ പല പല ഘട്ടങ്ങളാണ്. ഇപ്പോൾ രാവണനെയൊക്കെ കുറിച്ച് നമ്മൾ പറയുന്ന രാവണനൊക്കെ വലിയ ഉപാസകരായിരുന്നു, വലിയ ശിവഭക്തന്മാരായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ രജോഗുണത്തിൽ തന്നെ നിന്നവരാണ്. ഒരു സത്വഗുണത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ രാവണനെ വധിക്കാൻ സമയത്ത് രാവണൻ്റെ ശിരസ് എത്ര പ്രാവശ്യം അറുത്തിട്ടും രാവണൻ മരിക്കുന്നില്ല. അപ്പോൾ രാവണൻ്റെ ഹൃദയത്തിൽ ആണ് അസ്ത്രം അയച്ച് അദ്ദേഹം രാമൻ വധിക്കുന്നത്. എന്നാൽ ഹൃദയം വരെ രാവണന് തൻ്റെ കുണ്ടലിനി ശക്തി ഉണർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ അതിന് മുകളിലേക്ക് പോകാൻ സാധിച്ചില്ല. അത് രാമൻ്റെ കൈ കൊണ്ടുള്ള മരണത്തിൽ കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ തൻ്റെ ദേഹബോധം അത്രത്തോളം ബലിഷ്ഠമാണ്, അത്രത്തോളം ഉറച്ചതാണ്. അവനെ ഇല്ലാതാക്കുകയാണ് രാമൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞു വന്നത് തൻ്റെ ഉള്ളിലെ രജോഗുണം ഉയർത്തിക്കൊണ്ടുവരാൻ രജോഗുണത്തിൻ്റെ പല പടികളുണ്ട്. ആ പടികൾ ഉയർന്നിട്ടാണ് നമ്മൾ അവസാനം ആജ്ഞാചക്രം വരെ എത്തിയിട്ട്
പിന്നീടാണ് നമ്മൾ സഹസ്രാരൂപത്തിലേക്ക് അവസാന പടിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതേപോലെ 18-ാം പടി വരെ എത്തി. പിന്നെ ആ 18 പടികളും കിടന്ന തത്വങ്ങളെല്ലാം കടന്നിട്ടാണ് നമ്മൾ പരമാത്മസ്വരൂപിയുള്ള ഭഗവാന്റെ ദർശനം എടുക്കുന്നത്. അതുവരെ രജോഗുണം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതാണ് ശരംകുത്തി വരെ ഈ ശരക്കോലം കൊണ്ട് കന്യായിപ്പം വരുന്ന അത്രയും സമയം നമുക്ക് രജോഗുണം ആവശ്യമാണ്, പ്രയത്നം ആവശ്യമാണ്. ആ പ്രയത്നം അവസാനിക്കുന്നൊരു ഘട്ടമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും സത്വഗുണത്തിൽ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നൊരവസരം. ആ സമയം വരെ നമ്മൾ പ്രവർത്തന നിരതരായി തന്നെ ഇരിക്കണം. ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കണം. ആ യുദ്ധസന്നദ്ധതയാണ്, അതിന് വേണ്ട രജോഗുണമാണ് നമ്മുടെ കൈ കൊണ്ടു നടക്കുന്ന ശരക്കോല് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഓം നമഃ ശിവായ. സന്ധ്യാദീപം അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्दे